നമസ്കാരം. നിങ്ങൾക്ക് ചെസ് കളിക്കാനോ പഠിക്കാനോ താല്പര്യമുണ്ടോ? പ്രൊഫഷണൽ ലെവലിൽ ഫ്രീ ആയി ചെസ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ലീച്ചസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടതുണ്ട്. 100% ഫ്രീ ആണ്. പ്രൊഫഷണൽ കളിക്കാർ വരെ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിന്റെ ഉഗ്രം ഫീച്ചേഴ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമസ്കാരം. എൻ്റെ പേര് അജേഷ് കുമാർ. നമ്മളിന്ന് സംസാരിക്കുന്നത് ലോകത്തിലെ മികച്ച ഒരു ചെസ് സോഫ്റ്റ്വെയറായ ലീച്ചസിനെ കുറിച്ചാണ്. ഇത് 100% ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ലീച്ചസ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു അക്കൗണ്ട് തുടങ്ങുന്നതിൻ്റെ ആവശ്യകതയുണ്ട്. അക്കൗണ്ട് ഇല്ലാതെയും നമുക്കത് ചെയ്യാവുന്നതാണ്. എങ്കിലും ഒരു അക്കൗണ്ട് ഉണ്ടായിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റേറ്റിംഗ് അറിയാനും നമ്മുടെ പെർഫോമൻസ് വിലയിരുത്താനും നമുക്ക് അക്കൗണ്ട് ഉള്ളത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അതിനായി leeches.org എന്ന സൈറ്റിലേക്ക് പോവുക. ഇവിടെ താഴെ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അവിടെ യൂസർ നെയിമും പാസ്വേഡും ഇമെയിൽ ഐ ഡി കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മെയിലിലേക്ക് ഒരു മെസ്സേജ് വരും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. ഞാൻ ആൾറെഡി ഇവിടെ അക്കൗണ്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ലീച്ചസ് തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഇതിനകത്ത് ആടുകളൊന്നും തന്നെ വരുത്തില്ല. ഇവിടെ നമുക്ക് പല ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. ഒന്ന്, നമുക്ക് ഇതിനകത്ത് ഗെയിമുകൾ, പല ഫോർമാറ്റിലുള്ള ഗെയിമുകൾ നമുക്ക് കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് leeches.org എന്നുള്ള ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പല ഫോർമാറ്റുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഫോർമാറ്റുകളിലെല്ലാം നമുക്ക് ഇതിനകത്ത് ഗെയിം കളിക്കാൻ പറ്റും. അതേപോലെ തന്നെ തുടക്കക്കാർക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇതിനകത്തുണ്ട്. ഈ ലേണിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ റൂക്ക് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് അതിവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അതേപോലെ മൂവ് ചെയ്താൽ മതി. കണ്ടോ, ഇവിടെ സ്റ്റാർ ഇട്ട് കാണിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ചെസ് റൂക്ക് മൂവ് ചെയ്യുന്നത്. അത് കണക്ക് തന്നെ ബിഷപ്പ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, ക്യൂവിന് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ പ്രാക്ടീസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ അതെല്ലാം നമുക്ക് പഠിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഫണ്ടമെന്റൽസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. ക്യാപ്ചറുകൾ നമ്മൾ ആദ്യം പഠിക്കുന്നതാണ്. ക്യാപ്ചർ പ്രൊട്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ചെക്ക്മേറ്റ് ആക്കുന്നത് എങ്ങനെയാണ്, അതെല്ലാം ഇവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത ഇന്റർമീഡിയറ്റ് ലെവലുണ്ട്. അതിനകത്ത് ബോർഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് സെറ്റ് ചെയ്യാനുള്ള, ഇപ്പൊ കണ്ട ഈ പൊസിഷനാണ് ഇരിക്കുന്നത്. ഈ പീസുകളെ ഇനിഷ്യൽ പൊസിഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതിനെ ഇവിടെ കൊണ്ടുവരിക, ഈ പീസ് ഇവിടെ വന്നിട്ട് ഇവിടെ കൊണ്ടുവരിക. അതേപോലെ ബോർഡ് സെറ്റ് ചെയ്യാനുള്ള പ്രാക്ടീസുകൾ, പിന്നെ സ്റ്റേൽമേറ്റ് ആക്കാനുള്ള അതിന്റെ പ്രാക്ടീസുകൾ. ഓക്കെ, ഇവിടെ ബിഷപ്പ് എടുത്ത് ഇവിടെ ഇടുമ്പോഴാണ് സ്റ്റേൽമേറ്റ് ആകുന്നത്. കിങ്ങിന് മൂവ് ചെയ്യാനായിട്ട് സ്ഥലമില്ല, ചെക്കും ഇല്ല, കിങ്ങിന് മൂവ് ചെയ്യാൻ സ്ഥലവും ഇല്ല. അപ്പോഴത്തേക്ക് സ്റ്റേൽമേറ്റ് ആകും. കണ്ടോ, പിന്നെ പീസുകൾ അഡ്വാൻറ്റേജസ് എക്സ്ചേഞ്ച്, ചെറിയ പീസ് കൊടുത്തിട്ട് വലിയ പീസിനെ വെട്ടുന്നതിന്റെ എക്സസൈസ് ആണ്. ഇവിടെ 5 എക്സസൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെക്ക് ഇൻ ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ മൂവില് നമ്മൾ ചെക്ക് കൊടുക്കണം. ഇവിടെ വന്നു, ഇവിടെ ചെക്ക് കൊടുക്കുക. അപ്പൊ അതിന്റെയൊക്കെ പ്രാക്ടീസുകളുണ്ട്. ഇവിടെ ലേണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്രാക്ടീസ് എന്ന് പറഞ്ഞ് വേറൊരു സെക്ഷൻ കാണാൻ പറ്റും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള മേറ്റ്, ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിനും റൂക്കും കൊണ്ടിട്ടുള്ള മേറ്റ്, 2 റൂക്ക് മേറ്റ്, 2 റൂക്ക് കൊണ്ടിട്ടുള്ള മേറ്റ്, ക്യൂവിനും ബിഷപ്പും കൊണ്ടിട്ടുള്ള മേറ്റ്. അപ്പൊ അങ്ങനെ എല്ലാത്തരം മേറ്റുകളും ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. സെഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെക്ക് മേറ്റ് പാറ്റേൺ, ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇത് ബാക്ക് റാങ്ക് മേറ്റ് ആണ്. കണ്ടോ, ബാക്ക് റാങ്ക് മേറ്റ്, അതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ 2 ഫോൾഡ് അറ്റാക്ക് വിത്ത് ബാക്ക് റാങ്ക് മേറ്റ് ആണ്. 2 ഫോൾഡ് ഹുക്ക് മേറ്റിന്റെ മേറ്റിംഗ് പാറ്റേൺസ് നമുക്കറിയാം. ഹുക്ക് മേറ്റ്, പോൺ ഇവിടെ കിടപ്പുണ്ട്, പോൺ ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നുണ്ട്, നൈറ്റിനെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് റൂക്ക് ഇവിടെ വന്നിട്ട് ചെക്ക് മേറ്റ്, ഒരു ഹുക്ക് പോലെയാണ് കിടക്കുന്നത്. ഹുക്ക് മേറ്റിന്റെ ഒരു പാറ്റേൺ. അങ്ങനെ പലതരം പാറ്റേണുകളുണ്ട്. അനസ്തേഷ്യ മേറ്റിന്റെ പാറ്റേൺ, ഈ നൈറ്റ് വന്നിട്ട് ഈ സ്ക്വയറും കൺട്രോൾ ചെയ്യുന്നുണ്ട്, റൂക്ക് കൊണ്ട് ഇവിടെ കൊണ്ടിട്ട് കഴിഞ്ഞ ചെക്ക് മേറ്റ്. അപ്പോൾ അത് അനസ്തേഷ്യ മേറ്റ് എന്ന് പറയുന്നത് ഈ ചെക്ക് പാറ്റേൺ. അങ്ങനെ പലതരത്തിലുള്ള ഒരുപാട്, നിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്മോതേഡ് മേറ്റ്, ഒരുപാട് തരത്തിലുള്ള പാറ്റേൺസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അടുത്ത സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയും ഒരുപാട് ബോർഡൻസ് മേറ്റ്, അറേബ്യൻ മേറ്റ്, പലതരത്തിലുള്ള മേറ്റിംഗ് പാറ്റേൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ബോർഡൻസ് മേറ്റിന്റെ ആണ്. ബോർഡൻസ് മേറ്റ് എന്ന് വെച്ചാൽ 2 ബിഷപ്പ് കൊണ്ടിട്ടുള്ള മേറ്റാണ് ബോർഡൻസ് മേറ്റ്. ഒരു ബോർഡൻസ് മേറ്റിന്റെ പാറ്റേൺ. അടുത്തതാണ് കുട്ടികൾക്ക് വേണ്ടി കോർഡിനേഷൻ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് സ്ക്വയറുകളുടെയൊക്കെ പേര് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ടൈം സ്റ്റാർട്ട് കൊടുത്തിരിക്കുകയാണ്, G6 എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് G6 പോയിട്ട്
ഒന്ന് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, G6 ഓക്കെയാണ്. C3 പോയിട്ട് അപ്പോൾ നമ്മൾ ഫാസ്റ്റ് ആയിട്ട് ഇവിടെ ചെയ്യണം. ഇവിടെ സ്കോർ ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, B6 ക്ലിക്ക് ചെയ്തു, A4 ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക കുട്ടികളപ്പോൾ. ഇത് ഈ കോർഡിനേഷൻ തറവാവും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കോർഡിനേഷൻ വളരെ തറവാവും. നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്റ്റഡി ഉണ്ട്. അപ്പോൾ ഈ സ്റ്റഡിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൈ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് പറ്റും. അപ്പം നമുക്ക് പുതിയ പുതിയ സ്റ്റഡീസ് ഒക്കെ നമുക്ക് ഇവിടെ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പൊസിഷൻസോ ഗെയിമുകളോ എല്ലാം ഇവിടെ സ്റ്റോർ ചെയ്ത് നമുക്ക് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ പോയി കഴിഞ്ഞാലും നമുക്കിത് ഓൺലൈൻ ആയതുകൊണ്ട് എവിടെ പോയാലും നമുക്ക് ആക്സസ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്കിവിടെ ഇതിനകത്ത് എഞ്ചിനുണ്ട്. ഗെയിമൊക്കെ അനലൈസ് ചെയ്ത് നോക്കാം. എല്ലാ ഓപ്ഷൻസും ഇതിൻ്റെ അകത്തുണ്ട്. ഇതിനകത്ത് ഇത് കൂടാതെ വേറെ ഒരുപാട് പസിൽസുകൾ, പസിൽ തീമുകൾ, ഇങ്ങനെ പസിലിന് തന്നെ ഒരുപാട് ഗെയിമുകൾ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ടൂർണമെന്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു നല്ല ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ലീച്ചസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരെങ്കിലും ഇത് ഇപ്പോഴും ഉപയോഗിക്കാതെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് തുടങ്ങുക. ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സുകൾ പിന്നെ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇതിനകത്ത് ഇനിയും ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇതിനകത്തുണ്ട്. താങ്ക് യു.